അടക്കടവുളേ, ഇത്രയും റിസ്ക് എടുത്തൊക്കെ ഓവർടേക്ക് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? മുന്നിൽ ചെന്നാൽ എന്തായാലും പോലീസുകാർ കാണും. അവർ കൈ അടിച്ച ശേഷം മാത്രമേ നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോകാൻ പറ്റൂ. എന്നാലും ഭയങ്കര തിരക്ക് തന്നെ. ആ ഓട്ടോയുടെ പിന്നിലൊരു ഡോഗേഷ് ഓടി വരുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ചുറ്റും ശ്രദ്ധ വേണം. കഴക്കൂട്ടം ടെക്നോ പാർക്കിനടുത്തുള്ള ജംഗ്ഷനാണ്. ഇവിടെ ഈ മാസം തന്നെയാണ് ഇങ്ങനൊരു അപകടം നടന്നത്. പക്ഷേ അതിനുശേഷവും ഇവിടെ മറ്റ് നടപടികളൊന്നും എടുത്തിട്ടില്ല. സിഗ്നലില്ല, പോലീസുകാരില്ല. നമ്മൾ നോക്കിപ്പോയാൽ നമുക്ക് കൊള്ളാം. ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും വാഹനങ്ങൾ സ്പീഡിലാണ് ഹൈവേയിൽ വരുന്നത്. ഈ മാഞ്ഞുപോയ സീബ്രയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കയറ്റത്തിലൊരു മൊബൈൽ റെയിൽവേ ക്രോസിങ്. പുള്ളി ചുറ്റിലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, എല്ലാം മൊബൈലിലാണ്. ഞാൻ 1-2 തവണ ഹോൺ അടിച്ചു. പക്ഷേ നെഹി എന്ന് പറഞ്ഞാൽ നെഹി. എനിക്ക് വലത്തേക്കെടുത്ത് പോകാൻ പറ്റില്ല. മുന്നിലൊരു കാറുണ്ട്, അതിൻ്റെ പിറകിൽ ബൈക്കുണ്ട്, അതിൻ്റെ പിറകിലും വാഹനങ്ങളുണ്ട്. ഈ ഹോണടികളൊന്നും പുള്ളിയെ ബാധിക്കുന്നില്ല. ശരിക്കും വേറെ അടിയാ വേണ്ടത്. ആ രംഗം അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ നിന്നു. സ്റ്റാൻഡ് വിളിച്ചു പറയുന്നൊന്നും പുള്ളി കേൾക്കുന്നില്ല. എന്ത് സ്റ്റാൻഡ്, എന്ത് സിറ്റ്. മുന്നോട്ട് പോയ വാഹനത്തെ പിറകോട്ട് വരുന്നു. എന്താണാവോ പുള്ളി ചെയ്യാൻ പോകുന്നത്? ചേടാ, അങ്ങനെ പോവാൻ കൈ കാണിച്ചു. എന്നാ പോട്ടെ.